പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളെ പാലക്കാട് UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെ അവിടുത്തെ ഒരു വനിതാ കൗൺസിലറുടെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ തടയുകയുണ്ടായി. ഇത് ഏവർക്കും ഒരു സൂചനയാണ്. യുവന്മാർക്ക് ഇവിടെ നിലവിൽ ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവന്മാർ ഇത്രയും ഒരു തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്നത്. അത് പിഷാരടിയുടെ ആയതുകൊണ്ട് തന്നെ അയാളതൊരു കേസുമായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടുമില്ല. പിന്നെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ? ഇവന്മാരെങ്ങാനും ഈ കേരളത്തിൽ ഒരു ഭരണത്തിലെങ്ങാനും വരികയാണെങ്കിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവർ. ഇന്ത്യയിലെ ഏറ്റവും മോശം സ്റ്റേറ്റ് കേരളമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവന്മാർ ഉള്ളിലുള്ള ഇവന്മാരുടെ ഉള്ളിൽ പിന്നെ പറഞ്ഞാൽ ഇവർ ജനാധിപത്യത്തിലോ ഭരണഘടനയിലോ ഒന്നും വിശ്വസിക്കാത്ത ഒരു കൂട്ടരാണ്. ഇവർ പണ്ടത്തെ അവരുടെ മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പണ്ടത്തെ ആ നാട്ടുഭരണം ഉണ്ടല്ലോ, നാട്ടുരാജാക്കന്മാരായിട്ട് വാഴാമെന്നൊക്കെയുള്ള പണ്ടത്തെ ഇത് 19ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന പോലത്തെ അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കും ഇവറ്റകളെങ്ങാനും അധികാരത്തിൽ വരികയാണെങ്കിൽ. അതുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഏത് മതേതരമായിട്ടുള്ള ഏത് കാഴ്ചപ്പാടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അവരെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ സമാവേശം വിനിയോഗിക്കുക. ഇത്തരത്തിലുള്ള സംഘടനകളെ അകറ്റി നിർത്തുന്നത് നാം ഏവർക്കും ഗുണകരമാണ്. ഇത് ഒരു ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഇവിടെയും വന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് കേരളത്തിൽ ഇതൊരു ആശ്ചര്യകരമായ സംഭവമാണ്. എനിക്ക് വലിയൊരു ആശ്ചര്യം തന്നെ തോന്നി ഈ ഒരു കാര്യത്തിൽ. എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്? ഭരണഘടന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കേസുകൾ നോക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നിയമിച്ചിട്ട് പിന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഈ ഇലക്ഷൻ മാമാങ്കം കൊണ്ടാടുന്നത്. അത്തരത്തിലുള്ള ഒരു രാജ്യത്താണ് ഈ രീതിയിലുള്ള വെല്ലുവിളികളുമായി പരസ്യമായി എതിർ സ്ഥാനാർത്ഥിയുടെ പ്രചരണം തടഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇത് കേരളത്തിൻ്റെ ഭാവിയെ തന്നെ നമുക്ക് ഭാവിയിലൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കേസുകളുണ്ടായാൽ പരാതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ സ്വമേധയാ പോലീസ് കേസെടുത്ത് അതിനുള്ള നടപടികൾ ശക്തമായി സ്വീകരിക്കണം എന്നതാണ് വസ്തുത. എങ്കിലേ ഇത്തരം കാര്യങ്ങൾ പിന്നീട് ഉണ്ടാവാതിരിക്കും. അത്തരത്തിലൊന്നും പോലീസ് ഗവൺമെൻറ് ഒന്നും പ്രവർത്തിക്കുന്നില്ലതാണ്. അതുതന്നെയാണ് ഇത്തരം ആളുകൾക്ക് ഒരു വളമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെയധികം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് എവരിവൺ. ഗുഡ് ബൈ.